മേഘ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്തിയ 5 തനത് കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇരുള നൃത്തം. എന്താണ് ഇരുള നൃത്തം എന്ന് ഈ സംഘം തന്നെ, ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വടകര മേമുണ്ട സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ്. ഇവിടെ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ ഇവർ അനൗൺസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇരുള നൃത്തം, എന്താണ് ഇതിന്റെ റെലവൻസ് എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ തൊട്ടു മുമ്പ് ഇവിടെ കളിച്ച ടീമിൽപ്പെട്ട കുട്ടിയാണ്, അവളുടെ പേര് പാർവണയാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. പാർവണയോട് തന്നെ ചോദിക്കും, എന്താണ് ഇരുള നൃത്തം? ഇരുള നൃത്തം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന പ്രദേശത്ത് നടക്കുന്ന ഒരു കലാരൂപമാണ്. ഇത് ഉത്സവം വരുമ്പോൾ മരണവേളകള്, അടിയന്തരവേള, ഇവിടെയൊക്കെ ഈ കലാരൂപം കളിക്കാറുണ്ട്. ഇതന്നെയാണ് അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ ഇതിനെപ്പറ്റി ഇതിപ്പോ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. ഈ ഒരു കലോത്സവത്തോടെ എല്ലാവരും ഈ പറഞ്ഞ ഗോത്ര കലകളെ തേടി വരുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളും ശരിക്കും ഓരോ ടീം കളിച്ചിട്ടിറങ്ങുമ്പോഴും അവരെ കൊണ്ടുപോയി വീണ്ടും കളിപ്പിക്കുകയും ഈ നൃത്തം എന്താണ്, പളിയ നൃത്തം എന്താണ്, പണിയ നൃത്തം എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഇത് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അല്ലെങ്കിൽ കലോത്സവങ്ങളിൽ ഇല്ലാതിരുന്നു എന്നുള്ളത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് കൃത്യമായിട്ട് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. പലരും യൂട്യൂബ് നോക്കിയൊക്കെ പഠിച്ചിട്ടാണ് ജില്ലാ തലങ്ങളിലേക്കൊക്കെ വന്നിട്ടുള്ളതാണ് പലരോടും സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. പക്ഷെ അതിനുശേഷം ജില്ലയൊക്കെ എത്തിക്കഴിയുമ്പോൾ ഒരു സംസ്ഥാന തലത്തിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചും കൂടെ ഗൗരവമായിട്ട് ഇതിനെ കാണണം എന്നുള്ളതുകൊണ്ട് പലരും ഇതിലെ വിദഗ്ധരെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കുട്ടികൾക്ക് വീണ്ടും പരിശീലനം കൊടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ പരിശീലിപ്പിച്ച സംഘത്തിൽപ്പെട്ട ഒരു അധ്യാപകനുണ്ട് നമുക്കിപ്പം. അദ്ദേഹത്തിന്റെ പേര് മുരുകൻ എന്നാണ്, ഇവരുടെ ഗുരുനാഥൻ. എങ്ങനെയാണ് സാർ ഇവരെ പഠിപ്പിച്ചത്? ഞങ്ങള് ഇവർക്ക് ശരിക്കും പറഞ്ഞ ഡാൻസ് ഇതിന്റെ കൊട്ടും ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ വന്ന് നേരത്തെ ചോദിച്ചു ഇവരോട്, ഇത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഇത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഏതായാലും ഇരുള നൃത്തം ഉൾപ്പെടുത്തിയല്ലേ സ്കൂൾ കലോത്സവത്തിൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ടീച്ചർമാർ വിളിച്ചപ്പോൾ ഇവരെ ഞങ്ങൾ വന്നിട്ട് പരിശീലിക്കുമ്പോൾ കുഴപ്പമില്ല. ഞങ്ങൾ 2-3 ദിവസം പരിശീലിക്കുമ്പോൾ തന്നെ നമ്മുടെ ശൈലിയിലേക്കും പാട്ടിലേക്കും അവർ വന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ശൈലിയിലേക്ക് അവർ ആഡായി. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് ഇത് കുറെ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് നിങ്ങൾ പറഞ്ഞ പോലെ യൂട്യൂബ് നോക്കിയും പിന്നെ വീഡിയോ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് കേട്ടിട്ടാ ചെയ്യുന്നത്, കണ്ടും കേട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഞങ്ങൾ അങ്ങനെയല്ല. 10-30 വർഷത്തോളം ഈ കലാസമിതിയുമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലൊരു ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. ഈ കാർഡിൽ ഇത് രജിസ്ട്രേഡ് സമിതിയാണ്. ഇതുകൊണ്ട് ഇവര് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ഈ നൃത്തം അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കലാകാരന്മാരാണ് പൊതുവെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഒപ്പന, അതുപോലെ ദഫ്മുട്ട്, ഇങ്ങനെയുള്ള കലകളൊക്കെ നേരത്തെ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ മേഖല, മലബാർ മേഖലകളിൽ നിന്നുള്ള ഇതിന്റെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ സംസ്ഥാനം മൊത്തമുള്ള സ്കൂളുകളിലേക്ക് പരിശീലനത്തിനായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഇതിപ്പോ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പലർക്കും എവിടെയുണ്ട്. ഇതിപ്പോ ഒറിജിനൽ അട്ടപ്പാടി എന്നുള്ള, ഇത് കൃത്യമായിട്ട് 30 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തനത് കലാരൂപം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരൻ തന്നെയാണ് ഈ കുട്ടികളെ ഇത് പരിശീലിപ്പിച്ചത്. ഇതിനൊപ്പം വേറെ 2 പേരും കൂടെ ഉണ്ട്. അവർ വളരെ ഗൗരവമായിട്ട് തന്നെ ഇതിനെ എടുക്കുകയും ഇപ്പോൾ ഇത് ആദ്യത്തെ തവണ തന്നെ അത് അണിയിച്ചൊരുക്കാൻ കഴിയുകയും ചെയ്തു. നമുക്ക് ഒരു പെട്ടെന്ന് ഇവിടെ ഈ പെൺസംഘത്തിൽ 3 കരുത്തന്മാർ കൂടെ ഉണ്ട്. ഈ വാദ്യത്തിന്റെ പേരെന്താ പറയുക? ഇതെങ്ങനെയാ ഒന്ന് കുട്ടിക്ക്? ഇത് മണ്ണുകൊണ്ടാണ്, ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വാദ്യോപകരണമാണ്. ഇതൊക്കെയും ശരിക്കും ജനം ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. ഈ ഇരുള നൃത്തത്തിനോടൊപ്പം ചേർന്ന് വായിക്കുന്ന വാദ്യം ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിന്റെ വശങ്ങൾ ഇതെന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ സൈഡ് തുകലാണ്, ഇത് തുകലാണ്, ഇത് മണ്ണാണ്. നമ്മൾ ഘടം ഒക്കെയാണ് ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വാദ്യോപകരണങ്ങൾ. മറ്റേത് ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്നത് ഇത് സൈഡ് തുകലാണ്, ഇത് തടിയാണ്. ഇത് ഈ വാദ്യോപകരണത്തിന്റെ പേര് തവിൽ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്ന തവിൽ എന്നതിന് പകരം ഇവിടെ ദവിൽ എന്ന് ഉച്ചരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വാദ്യം തന്നെയാണ്, രണ്ടിലും വരുന്നത് ഈ ശബ്ദമാണ്, അല്ലെ? ഇത് നല്ല ഭാരമാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ഈ വാദ്യോപകരണത്തിന് നല്ല ഭാരമാണ്, ഇതിന് വലിയ ഭാരമൊന്നുമില്ല. അപ്പം അതിനോടൊപ്പം തന്നെ മറ്റൊരു ഈ വാദ്യത്തിന് എന്താ പറയാ? കൊകൽ. നമ്മൾ കുഴല് വിളിക്കുന്നു എന്ന് പറയും പോലെ ഇതിനെ നമ്മൾ കൊകൽ എന്ന് പറയുന്നു. തൊട്ടിപ്പുറത്ത് ഈ പേരുകളിലൊക്കെയാണ് വ്യത്യാസം വരുന്നത്. സമാനമായ വാദ്യോപകരണങ്ങൾ സംഘം ചേർന്ന് അവതരിപ്പിക്കുന്ന മറ്റു വാദ്യമേളങ്ങളിലും ഉണ്ട്. ഇതൊരു തനത് കലയുടെ ഭാഗമായി ഒരല്പം വേറിട്ട് നിന്നിരുന്നതായതുകൊണ്ട് ഇതിന് ഉപയോഗിക്കുന്ന ഇത്തരം വാദ്യങ്ങൾ കൂടി നമ്മൾ പരിചയപ്പെട്ടു വരികയാണ് ചെയ്യുന്നത്. നമുക്കൊരു ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് നോക്കാം. ഓക്കെ. സോദോ സോദോ ലാമിദേ സോദോ സോദോ ലാമിദേ മാടോട്ടി പോണ
മേഘ, ഇതൊന്നും അല്ല ഇവരുടെ ആവേശം. സ്റ്റേജിൽ ഒരല്പം കൂടെ ഉയർന്നു നിന്നിരുന്നു. ഇതിപ്പോ ഈ പരിപാടി കഴിഞ്ഞ് നേരെ നമ്മൾ വിളിച്ച് നമ്മുടെ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പൊ അതിന്റെ ഒരല്പം എനർജി കുറവുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ആദ്യമായി ഈ ഇനം സംസ്ഥാന കലോത്സവത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിന്റെ ഭാഗമാകാൻ, മികച്ച പെർഫോമൻസ് നടത്താൻ സാധിച്ചതിന്റെ സന്തോഷമാണ് ഇവർക്കുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.